അപ്പോൾ എന്താണ് ഐയുടെ ഐഡിയ വെച്ചാൽ ഇപ്പം ഡെൽറ്റ ടി ബി ഈക്വൽ ടു ഐ കെ ബി എം എൽ എ സോറി ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി എം എൽ എ ഐ വിളിക്കട്ടെ ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി എം. ഇപ്പോൾ ഉദാഹരണത്തിന് 1 മോളാർ NaCl ആണെന്ന് എഴുതുക. 1 മോളാർ NaCl ഇതിൻ്റെ യഥാർത്ഥ മൊളാലിറ്റി 1 അല്ലേ? പക്ഷേ NaCl എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്യും. Na പ്ലസും പിന്നെയോ Cl മൈനസ് ആവും. അപ്പോൾ ഇത് 1 മോൾ അല്ലേ ശരിക്കും 1 കിലോഗ്രാമിൽ ഉണ്ടായത്? എന്താ 1 മോൾ എന്ന് പറഞ്ഞാൽ 1 മോൾ NaCl പെർ കിലോഗ്രാം സോൾവെൻ്റ് ആണ്. അപ്പോൾ 1 മോൾ NaCl ഉണ്ടാവും, പക്ഷെ എത്ര മോൾ പാർട്ടിക്കിൾസ് ആവും? 2 മോൾ പാർട്ടിക്കിൾസ് ആവും. അപ്പോൾ ഇതിൻ്റെ ഡെൽറ്റ ടി ബി നോർമൽ എന്നത് എന്തായിരിക്കും? ഡെൽറ്റ ടി ബി നോർമൽ എന്ന് പറഞ്ഞാൽ കെ ബി ഇൻറ്റു എത്ര 1. കാരണം ഈ യഥാർത്ഥ 1 എടുക്കുക. പക്ഷെ ഡെൽറ്റ ടി ബി ഒബ്സർവ്ഡ് ആവും. അതാണ് ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അത് എത്ര? കെ ബി ഇൻറ്റു 2. ആ 2 മനസ്സിലായ? ഇത് 2 മോൾ പാർട്ടിക്കിൾസ് ആയില്ലേ? 2 മോൾ പാർട്ടിക്കിൾസ്. ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഡെൽറ്റ ടി ബി ഒബ്സർവ്ഡ് ബൈ ഡെൽറ്റ ടി ബി നോർമൽ? 2. അപ്പോൾ 1/4 ഫാക്ടർ ഓഫ് NaCl എത്ര? 2 അല്ലേ? മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ നോർമൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് ഇത് പറ 1/4 ഫാക്ടർ. മനസ്സിലായല്ലോ? അത് സാധാരണ ഒരു സബ്സ്റ്റൻസ് ഒരു സൊല്യൂഷനിൽ ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ 3 ടൈപ്പ് ബിഹേവിയർ കാണിക്കുക. ഒന്ന് ഗ്ലൂക്കോസ്, യൂറിയ, സൂക്രോസ്. ഇത് നോൺ ഇലക്ട്രോലൈറ്റ് ആണ്. നോൺ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ അസോസിയേറ്റും ചെയ്യില്ല. അസോസിയേഷൻ ഞാൻ പറഞ്ഞുതരാം, കിട്ടില്ല? ഡിസോസിയേറ്റ് ചെയ്യുന്ന അറിയാലോ, അയോണിക് സൊല്യൂട്ടില്ലേ ഡിസോസിയേറ്റ് ചെയ്യൽ. യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 സ്വഭാവങ്ങളിൽ ഒരു സ്വഭാവം ഗ്ലൂക്കോസ്, യൂറിയ, സൂക്രോസ് ഒക്കെ മോളിക്യൂളായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ നൈദർ ഡിസോസിയേഷൻ നോർ അസോസിയേഷൻ. അന്നേരം അതിൻ്റെ 1/4 ഫാക്ടർ ഐ എപ്പോഴത്തേക്കും 1 ആയിരിക്കും. മനസ്സിലായ? എന്താ കാരണം? അവിടെ ഒബ്സർവ്ഡ് നോർമൽ സെയിം ആണ്. അപ്പോൾ എങ്ങനെയുള്ള സബ്സ്റ്റൻസിനാണ് 1/4 ഫാക്ടർ ഐ 1 ആവുന്നത്? ഗ്ലൂക്കോസ്, യൂറിയ, സൂക്രോസ് ഇങ്ങനെയുള്ള നോൺ ഇലക്ട്രോലൈറ്റ്. നോൺ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസോസിയേഷനും ഇല്ല, അസോസിയേഷനും ഇല്ല. ഡിസോസിയേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇപ്പം നമ്മൾ NaClൻ്റെ 1/4 NaCl അയോണൈസ് ചെയ്ത് Na പ്ലസും പിന്നെയോ Cl മൈനസ് 100% ഡിസോസിയേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 100%ത്തിൽ കുറവുള്ളത് നമുക്കിപ്പോൾ ആവശ്യമില്ല, അതുകൊണ്ട് ഞാനിപ്പം പറയുന്നില്ല കേട്ടോ. അത് എൻട്രൻസ് ക്വസ്റ്റ്യനിൽ വരും. ഓക്കെ. അപ്പോൾ NaCl ഗീവ്സ് Na പ്ലസ് പ്ലസ് ചെയ്ത് Cl മൈനസ്. അപ്പോൾ 1/4 ഫാക്ടർ ഐ എത്ര? 2 അല്ലേ? ഇനി ഇപ്പോൾ വേറൊരു സാധനം എടുക്കാം. നോക്കിയേ, Na2SO4 ആണെന്നിരിക്കാം. Na2SO4 എങ്ങനെ അയണൈസ് ചെയ്ത് 2 Na പ്ലസും ഒരു SO4 2 മൈനസ് 100% ഡിസോസിയേഷൻ. അപ്പോൾ ഇത് 3 പാർട്ടിക്കിൾസ് അല്ലേ? 3 മോൾ പാർട്ടിക്കിൾസ് ആയില്ലേ? അപ്പോൾ 1/4 ഫാക്ടർ ഐ എത്ര? 3. ക്ലിയർ ആയോ? ഓക്കെ. അതേപോലെ തന്നെ വേറൊരു സബ്സ്റ്റൻസ് എടുക്കാം. നോക്കിയേ, ഇപ്പോൾ FeCl3 എന്നിരിക്കാം. ഇതെങ്ങനെ അയണൈസ് ചെയ്ത് Fe3 പ്ലസും പിന്നെയോ 3Cl മൈനസും. അപ്പോൾ 1/4 ഫാക്ടർ ഐ എത്ര? 4. മനസ്സിലായോ? യെസ്. ഇപ്പോൾ K വായിച്ച് എങ്ങനെ അയണൈസ് ചെയ്ത് K പ്ലസും OH മൈനസും. അപ്പോൾ 1/4 ഫാക്ടർ ഐ എത്ര? 2. ഇനി ഇതേപോലെ നിങ്ങൾക്ക് ഏത് വന്നാലും എഴുതാൻ പറ്റും. 100% ഏത് ഡിസോസിയേഷൻ ആണെങ്കിൽ കിട്ടില്ലേ? യെസ്. 100% അല്ലാത്ത ഇതുണ്ട്, ഇത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ. ദെൻ ഫൈഡ് ക്ലിയർ ചെയ്തിരിക്കുന്നത്. ഇനി അസോസിയേഷൻ എന്താണെന്ന് പറയാം. യെസ്. അസോസിയേഷൻ എന്താ വെച്ചാൽ, സപ്പോസ് നമ്മൾ അസറ്റിക് ആസിഡ് വാട്ടറിലാണ് ഡിസോൾവ് ചെയ്തെങ്കിൽ അത് ഡിസോസിയേറ്റ് ചെയ്യും, പക്ഷെ മുഴുവൻ ഡിസോസിയേറ്റ് ചെയ്യില്ല. കിട്ടില്ലേ? അപ്പോൾ അസറ്റിക് ആസിഡിന്റെ 1/4 ഫാക്ടർ 2 എന്ന് എഴുതാൻ പറ്റില്ല. എന്തുകൊണ്ട്? C3COOH അയണൈസ് ചെയ്യുമ്പോൾ C3CO മൈനസ് H പ്ലസ് ആവും, പക്ഷെ 100% ഡിസോസിയേഷൻ നടക്കില്ല. ഓക്കെ, അയണൈസേഷൻ നടക്കില്ല. എന്നാൽ അസറ്റിക് ആസിഡ് ബെൻസീനിൽ ഡിസോൾവ് ചെയ്തിരിക്കുക. അപ്പോൾ അസറ്റിക് ആസിഡിന്റെ ഫോർമുല C3C ഡബിൾ ബോണ്ട് OH ആണ്. എന്ത് ചെയ്യുന്നറിയോ? ബെൻസീൻ പോളാർ സോൾവെന്റ് ആണോ നോൺ പോളാർ സോൾവെന്റ് ആണോ? നോൺ പോളാർ സോൾവെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഈ അസറ്റിക് ആസിഡിന് പാർഷ്യലായിട്ട് പോലും അയണൈസ് ചെയ്യില്ല. അതുകൊണ്ട് എന്ത് അറിയോ? അസറ്റിക് ആസിഡ് തമ്മിൽ ബെൻസീനോട് ഇഷ്ടമില്ല, പിന്നെ എന്തെങ്കിലും ഇഷ്ടം വേണ്ടേ? അപ്പോൾ ഇവർ 2 എണ്ണം ഒരുമിച്ച് നിൽക്കും. ഇതാണ് ഹൈഡ്രജൻ ബോണ്ടിങ് വഴി ഡൈമറൈസ് ചെയ്യുന്ന പറയും. എന്താ പറയുക? ഡൈമറൈസ് ചെയ്യും. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതിന് നമ്മൾ അസോസിയേഷൻ പറയും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, അസറ്റിക് ആസിഡ് ശരിക്കും 2C3COOH അല്ലേ ഉള്ളത്, അതെന്തായി മാറി?
C3COOH ട്വൈസ് ആയില്ലേ, ട്വൈസ് ആയോ? അങ്ങനെയാണെങ്കിൽ ഏത് C3COOH 2 ഉണ്ടാകുമ്പോൾ 1 അല്ല അവല്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിയേ, 2 മോളാൽ അസറ്റിക് ആസിഡ് ഇൻ ബെൻസീൻ ആണെങ്കിൽ, അസറ്റിക് ആസിഡ് ഇൻ ബെൻസീൻ ആണെങ്കിൽ അത് എത്ര മോളാലാണ്? അതിന്റെ പാർട്ടിക്കിൾസ് നേർ പകുതിയായില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ എത്ര മോളാൽ? 1 മോളാൽ. ഇതാണ് ഇതിന്റെ ഒബ്സർവ്ഡ് മോളാലിറ്റി, നേരെ പകുതിയായി. അപ്പോൾ പാർട്ടിക്കിൾസിന് എണ്ണം കുറഞ്ഞില്ലേ? അപ്പോൾ ഇതാണ് കാണുന്ന പാർട്ടിക്കിൾ, ഇങ്ങനെയാണ് കാണുന്നത്. ഇതെല്ലാം കൂടെ ഒരു ഒറ്റ പാർട്ടിക്കിളാണ്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിന്റെ 1/4 ഫാക്ടർ I എന്ത് ചെയ്യും? 1/2 ആവും. എന്താ 1/2 ആവാൻ കാരണം? യെസ്, പാർട്ടിക്കിൾസ് ഇവിടെ 2 എണ്ണല്ലേ ഉള്ളത്, ഇവിടെ എത്രയുണ്ട്? 1. അപ്പോൾ ഒബ്സർവ്ഡ് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ എന്താണ്? നോർമൽ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, ഒബ്സർവ്ഡ് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ നോർമൽ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി. ക്ലിയർ ആയോ? 1/4 ഫാക്ടർ ഹാഫ് ആയില്ലേ? അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാം. എന്താണ്? യെസ്, ഫോർ നൈദർ ഡിസോസിയേഷൻ, nor association, I is equal to 1. For dissociation, I greater than 1. And for association, I less than 1. Okay, I less than 1. Clear ആയല്ലോ? എന്ന് പറഞ്ഞേ, for neither dissociation nor association I is equal to 1. Example, NaCl, NaOH, KOH, Na2CO3, etc. ionic solutes, right? Then for neither dissociation nor association I is equal to 1. അതിന് എക്സാമ്പിൾ അല്ല അത് കേട്ടോ. അതിന് എക്സാമ്പിൾ ഗ്ലൂക്കോസ്, യൂറിയ, സൂക്രോസ്. മാറിപ്പോയി. ഫോർ ഡിസോസിയേഷൻ ആണ് ഞാൻ പറഞ്ഞത് NaCl, KCl, NaOH, Na2SO4, etc. Okay. For association I less than 1. That means acetic acid in benzene. Okay. Clear? Acetic acid in benzene. Yes. ഇനി അബ്നോർമൽ മോളാർ മാസ് എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഇത് അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത് ഡിസോസിയേഷൻ അല്ലെങ്കിൽ അസോസിയേഷൻ നടക്കുന്നുണ്ടെങ്കിലാണ് അബ്നോർമൽ മോളാർ മാസ് എന്ന് ഐഡിയ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ഒരു സോൾവെന്റിലേക്ക് ചേർക്കുമ്പോൾ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? കൂടും. മനസ്സിലായല്ലോ? വെൻ എ സബ്സ്റ്റൻസ് ഈസ് ഡിസോൾവ്ഡ് ഇൻ എ സോൾവെന്റ്, ഒരു സബ്സ്റ്റൻസ് ഒരു സോൾവെന്റ് ഡിസോൾവ് ചെയ്യുമ്പോൾ അത് അയണൈസ് ചെയ്യുകയാണ്, ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പാർട്ടിക്കിൾസിന്റെ എണ്ണം എന്ത് ചെയ്യും? കൂടൂലേ? പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുമ്പോൾ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി കൂടും. ഓക്കെ, പറഞ്ഞത് ശരിയായി? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെൻ എ സൊല്യൂട്ട് is dissociates when a solute dissociates in a solvent, number of moles of particles increases. Number of moles of particles increases. Example, NaCl. Okay, number of moles of particles increase ചെയ്യും. ശരി, അപ്പോൾ NaCl increase ചെയ്ത് പറയാം Na++Cl minus ആവൂലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സിൻസ് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ്. മനസ്സിലായോ? അപ്പോൾ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ഏത് ഡയറക്ട്ലി പ്രൊപ്പോർട്ടാണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർട്ടാണ്. അപ്പോൾ അത് therefore കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി എന്ത് ചെയ്യും? കൂടൂലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? യെസ്, കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി directly proportional to number of moles of particles. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. when a solute dissociates in a solvent, colligative property increases. മനസ്സിലായില്ലേ? കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി എന്ത് ചെയ്യും? കൂടും. അപ്പോൾ therefore എന്ത് പറയാൻ പറ്റും? കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി കൂടുമ്പോൾ, കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി കൂടുന്നതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കൂടുന്നതുകൊണ്ടല്ലേ? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ മാസ് ബൈ മോളിക്കുലർ മാസ് അല്ലേ? അതിൽ മോളിക്കുലർ മാസ് മുകളിലാണോ താഴെ? ഡിനോമിനേറ്ററിലെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്?
കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി കൂടുമ്പോൾ മോളിക്കുലർ മാസ് കുറയും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ പറയുന്നത് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ അങ്ങനെയാണെങ്കിലോ യെസ് ഡ്യൂ ടു ഏത് ഡിസോസിയേഷൻ എന്ത് സംഭവിക്കും പറ കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ഇൻക്രീസസ്. കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി ഇൻക്രീസസ്. ഇനിയോ since colligative property inversely proportional to molar mass മനസ്സിലായില്ലേ? യെസ് ഇനി എന്ത് പറയാം? the molar mass of the solute as determined by colligative property measurements is less than normal molar mass. Okay, normal molar mass. Clear ആയോ? അപ്പോൾ നോക്കി അബ്നോർമൽ മോളാർ മാസിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. എന്താണ് പറ? when a solute dissociates in a solvent, number of moles of particles increases. Colligative property inverse directly proportional to number of moles of particles. Due to dissociation, colligative property increases. Since colligative property inversely proportional to molar mass, the molar mass of the solute as determined by colligative property measurements is less than normal molar mass. Clear ആയോ? അപ്പോൾ നിങ്ങൾ പരീക്ഷിക്കുന്നത് NaCl ന്റെ മോളിക്കുലർ മാസ് നാല് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ട് മോളിക്കുലർ മാസ് അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് വഴി മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുമ്പോൾ 58.5 ഉണ്ടാവില്ല, അതിനേക്കാൾ താഴെയായിരിക്കും. അത് 100% ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ 58.5/2 m/2 ആയിരിക്കും, മോളിക്കുലർ മാസ് ബൈ 2. എന്തുകൊണ്ട് ചോദിച്ചാൽ ഈ എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി. ക്ലിയർ ആയില്ലേ? ഇനി അസോസിയേഷൻ കേട്ടോ. അസോസിയേഷൻ ആകുമ്പോൾ ഇപ്പം നേരത്തെ ഞാൻ എഴുതിയതിൻ്റെ കൺക്ലൂഷൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. എന്താ പറ? colligative property directly proportional to number of moles of particles. Again colligative property inversely proportional to molar mass. For example, okay, when a solute associates in a solvent, example acetic acid അല്ലെങ്കിൽ ഫീനോൾ അല്ലെങ്കിൽ ബെൻസോയിക് ആസിഡ് അങ്ങനെയുള്ള സബ്സ്റ്റൻസ് ഇൻ ബെൻസീൻ കേട്ടോ. എന്തുകൊണ്ട് ബെൻസീൻ എടുക്കുന്നത്? ബെൻസീൻ പോളാർ സോൾവെന്റ് അല്ല, നോൺ പോളാർ സോൾവെന്റ് ആയതുകൊണ്ട്. അപ്പോൾ when a solute associates in a solvent, example acetic acid and benzene, okay, number of moles of particles എന്ത് ചെയ്യും? കുറയില്ലേ? അപ്പോൾ decreases. Number of moles of particles decreases. Hence colligative property decreases and colligative property കുറയില്ലേ? അപ്പോൾ മോളാർ മാസ് കൂടും. Hence colligative property decreases and molar mass increases. Okay, അസറ്റിക് ആസിഡിന്റെ മോളിക്കുലർ മാസ് 60 60, പക്ഷേ അത് 100% അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മോളിക്കുലർ മാസ് കൂടിയിട്ട് 120 ആവും. പരീക്ഷ വയ്ക്കും. എന്തുകൊണ്ട്? അസറ്റിക് ആസിഡിന്റെ മോളിക്കുലർ മാസ് കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെന്റ് വഴി കണ്ടുപിടിച്ചപ്പോൾ 60 പകരം ഇത് 120 കിട്ടിയത്, അല്ലെങ്കിൽ എമ്മിന് പകരം 2m കിട്ടിയത് എന്തുകൊണ്ട് വയ്ക്കും? അപ്പോൾ അതിന്റെ റീസൺ പറയുമ്പോൾ നിങ്ങൾ ഈ ഐഡിയ പറയാം. അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് അസറ്റിക് ആസിഡിന്റെ ബെൻസീനുള്ള ആ ചിത്രം വരക്കുക. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ടിന്റെ ചിത്രം വരക്കുക. C3 വരക്കുമ്പോൾ ശ്രദ്ധിക്കുക വെച്ചാൽ ഇവിടെ OH ഉണ്ട്, ഇപ്പോൾ ഇവിടെ C ഡബിൾ ബോണ്ട്, ഇവിടെ OH ആകുമ്പോൾ ഇവിടെ C ഡബിൾ ബോണ്ട് കേട്ടോ. ഇത് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടി കിട്ടില്ല. ക്ലിയർ ആയോ? ഓക്കെ,
യെസ്, വിട്ടുപോയതല്ല. വൺ ഫോർ ഫാക്ടർ പറഞ്ഞ ശേഷം പറയാന്ന് പറയുന്നത് നിങ്ങളോട് ഹൈപ്പർടോണിക്, ഹൈപ്പോടോണിക് ആൻഡ് ഐസോടോണിക് സൊല്യൂഷൻ. അത് നമുക്കറിയാം. രണ്ട് സൊല്യൂഷന് ഒരേ ഓസ്മോട്ടിക് പ്രഷർ ആണെന്ന് പറയും ഐസോടോണിക്. ടു സൊല്യൂഷൻസ് ഹാവിംഗ് സെയിം ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഐസോടോണിക്. പഠിച്ചില്ലേ? അപ്പോൾ ടു സൊല്യൂഷൻസ് having same osmotic pressure, is എന്തായിരിക്കും? ഐസോടോണിക് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ. ഓക്കെ, അപ്പം ഉദാഹരണത്തിന് നോക്കിയേ, 1 molar ഗ്ലൂക്കോസും 1 molar യൂറിയ, 1 molar ഗ്ലൂക്കോസ് ആൻഡ് 1 molar യൂറിയ, ഇത് രണ്ട് ഐസോടോണിക് ആണ്. മനസ്സിലായില്ലേ? ഇനി 1/4 ഫാക്ടറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഐഡിയ പറയാം. 1 molar ഗ്ലൂക്കോസ് ആണെങ്കിൽ എത്ര ഗ്ലൂക്കോസിന്റെ I 1 അല്ലേ? അതുകൊണ്ട് 1 molar ഗ്ലൂക്കോസിന്റെ I ഇൻറ്റു ക്യാപിറ്റൽ എം എത്ര? 1 ആണ്. കാരണം I 1 ആയതുകൊണ്ട്. അതേ 1 molar NaCl ആണെങ്കിലോ IM എത്ര? IM I 2 അല്ലേ? NaClന്റെ 2 × 1 = 2. മനസ്സിലായോ? അപ്പോൾ എക്സാമിന് അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. പിന്നെ രണ്ട് സൊല്യൂഷൻ ഉണ്ട്, ഒന്ന് A ഒന്ന് B. കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ എയും ബിയും വേണ്ട, 1 molar ഗ്ലൂക്കോസ് 1 molar NaCl. ഇതിലേതാണ് അപ്പോൾ കൂടുതൽ ഒബ്സർവ്ഡ് പൊളാരിറ്റി? ഇതാ ഒബ്സർവ്ഡ് പൊളാരിറ്റി, ഇതല്ലേ കൂടുതൽ. മനസ്സിലായല്ലേ? അപ്പോൾ ആർക്കാണ് കൂടുതൽ ഓസ്മോട്ടിക് പ്രഷർ? ഈ സൊല്യൂഷൻ ഓസ്മോട്ടിക് പ്രഷർ കൂടുതൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഇത് ഹൈപ്പർടോണിക് ആണ്. കൂടുതലുള്ളതിന് ഹൈപ്പർടോണിക് എന്ന് പറയും, കുറവുള്ളതിനോ ഹൈപ്പോടോണിക് എന്ന് പറയും. അപ്പോൾ 1 molar ഗ്ലൂക്കോസും 1 molar NaClഉം ഐസോടോണിക് ആണോ? ഐസോടോണിക് അല്ല. പകരം അവർ രണ്ടുപേരും എന്താ പറയുക? ഇത് ഹൈപ്പർടോണിക് ആണ്, ഇത് ഹൈപ്പോടോണിക് ആണ്. അപ്പോൾ ഹൈപ്പർടോണിക് മനസ്സിലായോ? ഹൈപ്പർടോണിക് എന്ന് പറഞ്ഞാൽ സെയിം ഓസ്മോട്ടിക് പ്രഷർ, കൂടുതൽ ഓസ്മോട്ടിക് പ്രഷർ, കുറവ് ഓസ്മോട്ടിക് പ്രഷർ ആണല്ലോ ഹൈപ്പോടോണിക്. അപ്പോൾ ഈ രണ്ട് സൊല്യൂഷനും കണ്ടാൽ രണ്ടും മണ്ണല്ലേ, പക്ഷെ ഇതല്ലേ കൂടുതൽ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് ഹൈപ്പർടോണിക്കും ഹൈപ്പോടോണിക്കും ഒക്കെ പറയാൻ പറ്റും. 1/4 ഫാക്ടർ ആയി നമ്മൾ പഠിച്ചാൽ ക്ലിയർ ആയാ? ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സൊല്യൂഷൻസ് എടുക്കാം. A 0.8 മോളാൽ KNO3, B എന്ന സാധനം 1 molar യൂറിയ, C എന്ന സാധനം ഓക്കെ, ദെൻ 0.5 molar Al2SO4 thrice, Al2SO4 അലൂമിനിയം സൾഫേറ്റ്. ഓക്കെ, ഇതാ സാധനം കഴിക്കാം. എത്രയാണ് ഇതിൻ്റെ I? KNO3 എങ്ങനെ മൈനസ് K പ്ലസും NO3 മൈനസും. അപ്പോൾ I 2 അല്ലേ? അപ്പോൾ ഇതിൻ്റെ 2 × 0.8 കിട്ടും, 1.6 കിട്ടിയോ? ഇത് 1 molar തന്നെ, അപ്പോൾ 1 തന്നെ. ഓക്കെ, ഇത് എത്ര വരും? ഇത് 1 × 1 = എത്ര? 1. അടുത്ത് നോക്കി, ഇത് 0.5 അല്ലേ? പക്ഷേ Al2SO4 thrice എങ്ങനെ അയണൈസ് ചെയ്ത്? 2 Al3 പ്ലസും 3 SO4 2 മൈനസും. അപ്പോൾ എത്രയാണ് അയോൺസ്? 5. അപ്പോൾ ആൻസർ എത്ര? 5 × 0.5 കിട്ടും. ഇപ്പോൾ 2.5. വാല്യൂ കണ്ട ഇതല്ലേ ചെറുത് C, പക്ഷേ ഇതല്ലേ കൂടുതൽ വാല്യൂ. അപ്പോൾ അങ്ങനെയാണെങ്കിലോ എങ്ങനെയാണ് ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഓർഡർ കിട്ടൽ? ഇതിലല്ലേ കൂടുതൽ, ഇതിന് കൂടുതൽ, പിന്നെ ഇത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സൊല്യൂഷൻ C ഈസ് ഹൈപ്പർടോണിക്, ദെൻ A and B. സൊല്യൂഷൻ B ഈസ് ഹൈപ്പോടോണിക്, ദെൻ A and C. ക്ലിയർ ആയോ? ഓക്കെ, യെസ്. ഇനി ഇതിൽ ഒരു ചെറിയൊരു ഭാഗം അതിൻ്റെ ഇടയിൽ ഞാൻ എടുത്തിട്ടില്ല, അത് വേറെ എൻ്റെ ഐഡിയ ആയതുകൊണ്ട് എടുക്കാൻ കേട്ടോ. ഹെൻറീസ് ലോ എന്ന് പറയും. ഹെൻറീസ് ലോ പെട്ടെന്ന് പറയാൻ പറ്റുന്ന സാധനമാണ്. ഇപ്പം നമ്മളൊരു ഇതിൽ ഒരു ബീക്കറിൽ വാട്ടർ എടുത്തിട്ട് അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസോ ഏതെങ്കിലും ഗ്യാസ് പാസ് ചെയ്തു, കണ്ടില്ലേ? ഇത്രയും ഞാൻ ഗ്യാസ് പാസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതേ വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതേ എമൗണ്ട് വെള്ളം കേട്ടോ, ഞാൻ വരച്ചത് കറക്റ്റ് അതേപോലെയാണെന്ന് എനിക്കറിയില്ല. അതേ എമൗണ്ട് വെള്ളം തരിക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ? ഗ്യാസ് കുറച്ച് കൂടുതൽ എന്ത് ചെയ്തു? പാസ് ചെയ്തു, കണ്ടില്ലേ നിങ്ങൾ? എന്നിട്ട് ഇത് അടച്ചു വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഗ്യാസ് ഈ വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വാട്ടറിൽ ഡിസോൾവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കാർബോണിക് ആസിഡായി മാറുന്നല്ല. ആ കാർബൺ ഡൈ ഓക്സൈഡിന്റെ രൂപത്തിൽ തന്നെ
അതിലുണ്ടാവും. മനസ്സിലായോ? പക്ഷെ ഇതിലാണ് കൂടുതൽ എന്തുണ്ടാവുക, സോൾവെന്റിൽ ഈ വെള്ളത്തിൽ കൂടുതൽ ഗ്യാസ് ഡിസോൾവ് ചെയ്ത് ഇതിലാണ്. കാരണം ഇതിലല്ലേ ഇതിന്റെ പ്രഷറല്ലേ കൂടുതൽ. ദി പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഇൻ ദി വേപ്പർ ഫേസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ ഇൻ ദി സൊല്യൂഷൻ. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഗ്യാസിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ കൂടുന്തോറും ഈ ഗ്യാസിന്റെ ഈ സൊല്യൂഷനുള്ള മോൾ ഫ്രാക്ഷൻ എന്ത് ചെയ്യും, കൂടും. അതാണ് ഏത് നിയമം, ഹെൻറീസ് ലോ. അപ്പൊ ഞാൻ ഹെൻറീസ് ലോ ബോർഡിൽ ശ്രദ്ധിക്കുക. അക്കോർഡിംഗ് ടു ഹെൻറീസ് ലോ പറഞ്ഞേ, ദി partial vapor pressure of the gas in the vapor phase. വേപ്പർ ഫേസിൽ ആ ഗ്യാസ് കൂടുതൽ കണ്ടില്ലേ രണ്ടാമത്തെ കേസിൽ. വേപ്പർ ഫേസ് is directly proportional to its mole fraction in the solution. ഇതാണ് ഹെൻറീസ് ലോ. ക്ലിയർ ആയില്ലേ? So what is Henry's law? The partial vapor pressure of the gas in the vapor phase is directly proportional to its mole fraction in the solution. Okay? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? P gas proportional to mole fraction of gas. Therefore, partial pressure of gas equal to is a constant Kh into x. പഠിച്ചില്ലേ? ഇതാണ് ഹെൻറീസ് ലോയുടെ ഇക്വേഷൻ. Kh is known as Henry's law constant. എന്താ Kh പറയാം? Henry's law constant. Kh is equal to Henry's law constant. കിട്ടിയില്ലേ? ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് വേണമെങ്കിൽ ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് ജസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഇത് y is equal to mx പറയില്ലേ, y is equal to mx. അപ്പോൾ ഈ y എന്ന് പറഞ്ഞാൽ P ഗ്യാസ് എടുക്കുക, ഇത് മോൾ ഫ്രാക്ഷൻ എടുക്കുക. ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ കിട്ടും, ഒറിജിനിലൂടെ പാസ് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. കേട്ടോ? സ്ലോപ്പ് എന്തായിരിക്കും? KH. അപ്പൊ ഇതാണ് ഏത് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് KH കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് KH കണ്ടുപിടിക്കുന്ന മെത്തേഡ് മനസ്സിലായോ? ഈ KH ശരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് വാൻഡർവാൾസ് ഫോഴ്സിനാണ്. വാൻഡർവാൾസ് ഫോഴ്സ് അല്ലെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ്. വാൻഡർവാൾസ് ഫോഴ്സിനേക്കാൾ സ്ട്രോങ് അല്ലേ ഹൈഡ്രജൻ ബോണ്ടിങ്? മനസ്സിലായോ? ഹൈഡ്രജൻ ബോണ്ടിങ് ആണെങ്കിൽ അതിന്റെ KH കുറവായിരിക്കും. വാൻഡർവാൾസ് ഫോഴ്സിൽ കൂടുതലുണ്ടെങ്കിൽ എന്തായിരിക്കും? KH കുറയും. ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ ഏതാണ്? യെസ്, നമ്മളിപ്പോൾ ഓക്സിജൻ എടുത്തു, മീഥേൻ എടുത്തു. മീഥേന് വാൻഡർവാൾസ് ഫോഴ്സ് ഓക്സിജനേക്കാൾ കൂടുതലാണ്, O2 കൂടുതലാണ്. അപ്പോൾ മീഥേൻ്റെ ഏത് കോൺസ്റ്റന്റ് KH വാല്യൂ കുറവായിരിക്കും. കേട്ടോ? അപ്പോൾ സ്റ്റേസോമീറ്ററുമായി ബന്ധപ്പെട്ടാണ് അത്ര ഡെപ്തിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിൽ പോയാൽ മതി. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? KH ഏത് ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞോ? വാൻഡർവാൾസ് ഫോഴ്സ്. വാൻഡർവാൾസ് ഫോഴ്സ് കൂടുന്തോറും KH എന്ത് ചെയ്യും? കുറയും. പഠിച്ചോ? ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ KH മീഥേനിനേക്കാൾ കുറവാണ്. എന്താ കാരണം? കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വാൻഡർവാൾസ് ഫോഴ്സ് ഏരിയയേക്കാൾ കൂടുതലാണ്. ഇന്റർമോളിക്കുലർ ഫോഴ്സ് മീഥേനിനേക്കാൾ കൂടുതലാണ്. പഠിച്ചില്ലേ?